മരിച്ചു കഴിഞ്ഞാൽ റൂഹ് കൊണ്ട് കാണാനുള്ള അവസരം അല്ലാഹു നൽകും എന്ന് സ്വഹാബിമാർ മുഴുവൻ വിശ്വസിച്ചു. നമ്മൾ മനസ്സിലാക്കണം, മരിച്ചു കഴിഞ്ഞാൽ തീർന്നു എന്നല്ല നമ്മുടെ വിശ്വാസം. മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റപ്പെടുകയാണ്. കാണാത്ത ലോകം അല്ലാഹു കാണിക്കുന്ന ഒരു രംഗമാണ്. ശരീരത്തിന്റെ ബന്ധനത്തിൽ നിന്ന് റൂഹ് അങ്ങോട്ട് മോചിതമായാൽ മകാന ഖാലിദുൻ യഅ്വി ഇലാ ഫിറാശ് ഇല്ലാ വയദ്കുറു ശൗഖഹു ഇലാ റസൂലില്ലാഹ് وإلى أصحابه من المهاجرين والأنصار يسميهم പേര് പറഞ്ഞുകൊണ്ട് പറയും അല്ലാഹ് മുഹാജിറായ സിദ്ദീഖ് എന്നവരെ, ഉമർ എന്നവരെ, ഉസ്മാൻ എന്നവരെ, അലിയാൻ എന്നവരെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരെ കാണാൻ കൊതിയാകുന്നു റബ്ബേ. അൻസാരിയായ സഅദ് ഇബ്നു റബീഇനെ, സഅദ് ഇബ്നു ഉബാദയെ, സഅദ് ഇബ്നു അബീ വഖാസ്, മുആദ് ഇബ്നു ജബൽ എന്നവരെ അല്ലാഹുവേ കാണാൻ കൊതിയാകുന്നു. അംർ ഇബ്നുൽ ജമൂഹ് എന്നവരെ, അൻസാരികളായ സ്വഹാബിമാരുടെ പേരുകൾ ഇങ്ങനെ വിളിച്ചു പറയും. എന്നിട്ട് പറയും ഹും മസുലി വഫസുലി, അവരാണ് എന്റെ തറവാട്, അവരാണ് എന്റെ തറവാട്. വഇലൈഹിം യഹിന്നു ഖൽബി, അവരെ കാണണമെന്ന് ഖൽബ് കൊതിക്കുകയാണ്. ത്വാല ശൗഖി ഇലൈഹിം, കാണാൻ കൊതിയാകുന്നു റബ്ബേ എന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് അർത്ഥം എന്താണെന്നറിയോ? എന്നെ ഒന്ന് മരിപ്പിച്ചു തരുമോ? ത്വാല ശൗഖി ഇലൈഹിം, എനിക്കവരെ കാണാൻ കൊതിയാകുന്നു റബ്ബേ. ഫഅജ്ജിൽ ബി ഖബ്ദി, എന്റെ റൂഹിനെ നീ പെട്ടെന്ന് പിടിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഹത്താ യഗ്ലിബഹുൻ നൗം, ഉറക്കമങ്ങ് വരുന്നത് വരെ ഇത് തന്നെയാണ് വാപ്പ പറഞ്ഞിരുന്നത് എന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോൾ അബ്ദാ ബിവി റളിയല്ലാഹു അൻഹ. കൊതിയാണ്, സ്നേഹമാണ്. ഈ സ്നേഹം ഈ ഉമ്മത്തിന്റെ അടിസ്ഥാനമാണ്. സ്വാലിഹീങ്ങളോടുള്ള ഈ സ്നേഹം, ഖൽബ് കൊണ്ട് സജ്ജനങ്ങളെ ഇഷ്ടപ്പെടുന്നത്, അത് വലിയൊരു പോസിറ്റീവ് എനർജിയാണ് അല്ലേ? എന്തൊരു പോസിറ്റീവ് വൈബാണ്. ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ ഓർക്കുമ്പോൾ തന്നെ കാന അസ്ഹാബു റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞതിന്റെ ശേഷം അവിടുത്തെ സ്വഹാബിമാർ എപ്പോഴെല്ലാം ഹബീബിന്റെ പേര് പറയുന്നുവോ, മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോഴെല്ലാം ഇല്ലാ ഖശഉ, മുഹമ്മദ് എന്ന് പറയുമ്പോൾ അവര് പേടിക്കുമായിരുന്നു. ശരീരം, അവരുടെ തൊലി ഇങ്ങനെ കോരിത്തരിക്കുമായിരുന്നു. സ്വഹാബിമാരുടേത് വെറുതങ്ങ് പറയാൻ കഴിയില്ല. അത് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, മാലിക് എന്നവര് ഹദീസ് പണ്ഡിതനാണ്. അയ്യൂബ് സഖ്തിയാനി എന്ന് പറയുന്ന ലോക പ്രസിദ്ധനായ താബിഈയായ മഹാന്റെ ഹദീസ് ഇമാം മാലിക് എന്നവർ രേഖപ്പെടുത്തുന്ന രംഗം പറയുന്നുണ്ട്. മാലിക് എന്നവര് വലിയ കറാമത്തുള്ള മഹാനാണ്. നമ്മൾ എവിടെയോ ക്ലാസ്സിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വാതില് മക്കയിലേക്ക് ഹജ്ജിന് വന്നപ്പോഴേ കൂടെയുള്ള ആളുകളോട് ചോദിച്ചു, ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട് എന്നത് നിങ്ങൾക്കറിയുമോ? താബിഈങ്ങളിൽ അത്ര അറിവില്ലാത്ത ആ കാലഘട്ടത്തിൽ ദീൻ പുതുതായി സ്വീകരിച്ച ആൾക്കാരൊക്കെ കൂടെ ഹജ്ജിന് വന്നപ്പോഴേ ചിലപ്പോ കറാമത്ത്, അങ്ങനെ സംഭവം ഉണ്ടോ? കറാമത്തുണ്ട് മുഅ്മിനീങ്ങളെ, അത് ശരിയാണ്. ഔലിയാക്കന്മാർക്ക് അല്ലാഹു കറാമത്ത് നൽകുന്നുണ്ട്, അത്ഭുതങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. എല്ലാം മായാവികയെന്ന് പറയാൻ നിൽക്കണ്ട. അതിൽ അസലുള്ളതും ഇല്ലാത്തതൊക്കെ ഉണ്ടാവും. അസലുള്ളത് കറാമത്താണ്, അസലില്ലാത്തതിനെ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വിളിച്ചോ. പക്ഷെ അടിസ്ഥാനമുള്ള സംഭവങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് സംഭവിക്കും. എക്സ്ട്രാ ഓർഡിനറി തിങ്സ് വിച്ച് ഇസ് ഔട്ട് ഓഫ് ദ സെൻസറി ഫാക്കൽറ്റി. നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല, സയൻസ് കൊണ്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്കറിയുമോ കറാമത്ത് എന്ന് പറഞ്ഞ സംഭവം എന്ന് ചോദിച്ചപ്പോ അസ്ഹാബ് പറഞ്ഞു, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ചില പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല.
അതൊരു പാറയുണ്ട്. പാറ, മക്കയിലെ പർവ്വതങ്ങളൊക്കെ പാറകളല്ലേ. ഒരു പാറയിൽ ഇങ്ങനെ വിരൽ വെച്ചിട്ട് പറഞ്ഞു, ദാഹിക്കുന്നവരുണ്ടോ, വെള്ളം ആവശ്യമുള്ളവരുണ്ടോ, ദാ വന്നോളൂ, വെള്ളമുണ്ട് ഇവിടെ എന്ന് പറഞ്ഞ് വിരലങ്ങ് എടുത്തപ്പോ വെള്ളം അണപൊട്ടി ഒഴുകിയിട്ടുണ്ട് മക്കയിൽ. അയ്യൂബ് സഖ്തിയാനി എന്ന മഹാന്റെ പേര്. കൂടെയുള്ള ഹജ്ജിന് വന്ന ആളുകൾ മുഴുവനും വെള്ളം നിറച്ചു. കുറെ ആൾക്കാർ കുടിച്ചു, കുറെ തോൽപാത്രങ്ങൾ നിറച്ചു വെച്ചു. എല്ലാവർക്കും മതിയായില്ലേ എന്ന് ചോദിച്ചു. വിരല് വെച്ചിട്ട് പറഞ്ഞു, വെള്ളം നിർത്തുകയാണ്. ആ പരിശുദ്ധമായ മഹാന്റെ വിരല് വെച്ചപ്പോ വെള്ളം അവിടെ നിന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഞാൻ മരിക്കുന്നത് വരെ ഈ സംഭവം നിങ്ങൾ ലോകത്തോട് പറയരുത്. അത് വേറൊരു ക്വാളിറ്റിയാണ്. അതൊരു വല്ലാത്ത വർത്തമാനമാണ്. ഇതൊന്നും പബ്ലിസിറ്റി ചെയ്തിട്ട് എന്ത് ചെയ്യണ്ട, നിങ്ങൾ തട്ടിപ്പ് നടത്തണ്ട, ഒന്നും വേണ്ട, അതൊന്നും പറയണ്ട. ഞാൻ മരിച്ചിട്ട് വേണമെങ്കിൽ പറഞ്ഞു, ഞാൻ കേൾക്കൂലല്ലോ. അങ്ങനത്തെ കറാമത്ത് കാണിച്ച അയ്യൂബ് സഖ്തിയാനിയുടെ ഹദീസ് ഇമാം മാലിക് എന്നിവർ രേഖപ്പെടുത്താൻ സമയമെടുത്തിട്ടുണ്ട്. മാലിക് എന്നവർക്കറിയാം അയ്യൂബ് സഖ്തിയാനിയുടെ കയ്യിൽ ഹദീസുകളുണ്ട്. പക്ഷേ മാലിക് ഇമാം നോക്കുന്നത് അയ്യൂബ് സഖ്തിയാനിയുടെ ഖൽബിൽ അല്ലാഹുവിന്റെ റസൂലിനോട് എത്ര സ്നേഹമുണ്ട് എന്നറിയണം. എന്നിട്ട് മതി ഹദീസ്. അതുകൊണ്ടാണ് അറിവ് മാത്രമല്ല വിഷയം, ഖുർആനിന്റെ സൂറത്തിന്റെ നമ്പറും ആയത്തിന്റെ നമ്പറും മനപ്പാഠം, സ്വഹീഹുൽ ബുഖാരിയിലെ ഇത്രാമത്തെ ഹദീസ് എന്ന് പറയാൻ അറിയാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും പുണ്യനബി തങ്ങൾ അഷ്റഫുൽ ഖൽഖിന്റെ അപദാനങ്ങൾ വാഴ്ത്തപ്പെടുന്ന മജ്ലിസ് കാണുമ്പോൾ ഇത് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത് അതബുകേടാണത്. മിനിമം അതബുകേടാണ്. ഹബീബായ തങ്ങളുടെ അപദാനങ്ങൾ റബീഉൽ അവ്വലിൽ വാഴ്ത്തപ്പെടുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മിനിഞ്ഞാന്ന് അബുദാബിയിൽ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ക്ലാസ് ഇത് തന്നെയായിരുന്നു. ബിദ്അത്ത് എന്ന് പറഞ്ഞത് ഹസനത്തും സയ്യിഅത്തും 2 തരത്തിലുണ്ട് എന്ന് 4 മദ്ഹബിന്റെ ഇമാമുമാർ, ഇമാം ഷാഫി തങ്ങളടക്കം, ഇമാം നവവി തങ്ങളടക്കം, മഹാനായ ഇസ്ദ് ഇബ്നു അബ്ദുസ്സലാം തങ്ങളുടെ ഇവരുടെയൊക്കെ ഫത്വകൾ നിരത്തിക്കൊണ്ട് സംസാരിച്ചിരുന്നു. ഇനി എപ്പോഴും തങ്ങളുടെ കാലത്ത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഹറാമ ബിദ്അത്ത് എന്ന് പറയാൻ നിൽക്കണ്ട. ഒരുപാട് നന്മകൾ പുണ്യനിബിധങ്ങൾ ഓപ്പൺ ചെയ്തു വെച്ചതുണ്ട് ചെയ്യാൻ പറ്റുന്നത്. ദീനിന്റെ ശരീഅത്തിന്റെ പരിധിക്കുള്ളിൽ വരുന്നത്. ദീനിനെതിരാണോ, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ, ചെയ്യരുത്. തങ്ങളുടെ ജന്മദിനം വരുന്നു, ആ ദിവസം സന്തോഷിക്കുന്നു, നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, കുട്ടികൾ പാട്ടുപാടുന്നു, ബൈത്ത് ചൊല്ലുന്നു, നഷീദുകൾ പാടുന്നു. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും അവിടെ ചെയ്യുന്നില്ല. എന്ത് കുഴപ്പമുള്ളത്? തങ്ങളുടെ മൗലിദ് സമയത്ത് സംഭവിച്ച അന്നത്തെ അത്ഭുതങ്ങൾ നമ്മുടെ റിവായത്തുകൾ വായിക്കുന്നു, അറിയുന്നു, പഠിക്കുന്നു. നല്ലതല്ലേ? അതൊക്കെ ഇനി ഇപ്പോഴും പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യാ? അത് പറയരുത്. ബിദ്അത്താണ്, കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന ഹദീസ് ആമുൻ മഖ്സൂസാണ് എന്ന് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. വെറുതെ ക്ലിപ്പുണ്ടാക്കി മനുഷ്യന്മാരെ ഫിത്തനാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ കൊല്ലം ഒരു റബീഉൽ അവ്വലായാൽ നബി തങ്ങളുടെ കാലത്ത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞോട് അവിടെ കട്ട് ചെയ്തിട്ട് പിന്നെ മൂപ്പരവാകാം. അത് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ച് ഇത് ഹറാമല്ല എന്നാ പറയാൻ പോണത്. അത് പറയാൻ വിടൂല, അപ്പോഴും ക്ലിപ്പാക്കും. അതൊന്ന് മനസ്സിലാക്കി തരാൻ. ബിദ്അത്ത് ളലാലത്തും ബിദ്അത്ത് ഹവയും ബിദ്അത്ത് ഹുദയും രണ്ടുമുണ്ട് എന്ന് നമ്മുടെ മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നല്ലേ വസ്വാസ് ഇല്ലാണ്ടിരിക്കാൻ, വെറുതെ അതും പറഞ്ഞിരിക്കേണ്ട. ഇന്നത്തെ കാലം പുണ്യനബി തങ്ങൾ അറിയാനുള്ള സർവ്വ അവസരങ്ങളും ഉപയോഗിക്കണം. ലോകത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കണം ആരാണ് നബി തങ്ങൾ. ഒരു കുഴപ്പമില്ല, കൂലി കിട്ടും. മഹാനായ സയ്യിദ് അലവി മാലിക്കി മക്കിയുടെ ഫത്വ ഞാനൊന്ന് ഉദ്ധരിച്ചിരുന്നു. ചെയ്യേണ്ട കാര്യമാണ്. മൗലിദ് പാരായണങ്ങൾ നടത്തണമെന്ന് ഹിജറ 1300-കളിൽ വഫാത്തായ മഹാനവറുകളുടെ ഫത്വ ഞാൻ വായിച്ചിരുന്നു. ഇതൊക്കെ ഉണ്ടായിരിക്കെ വെറുതെ ബിദ്അത്താണ് എന്ന് പറഞ്ഞ് നടക്കരുത്. ആ ഹദീസ് എല്ലാം വലാലത്താണെന്ന് അതിനർത്ഥമില്ല എന്ന് മഹാനായ ഇസ്ദ് ഇബ്നു അബ്ദുസ്സലാം, മഹാനായ നവവി റഹ്മത്തുള്ളാഹി തആല അലൈഹി, മഹാന്മാരായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ ഇവരൊക്കെ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത്, ആ മഹബ്ബത്ത് ഹൃദയത്തിലുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു അവസരം കാത്തിരിക്കുകയാണ്. അങ്ങനെ മഹാനായ അയ്യൂബ് സഖ്തിയാനി എന്ന ഈ മഹാൻ പാറയിൽ വിരൽ വെച്ച് കറാമത്ത് കാണിച്ചു കൊടുത്ത മഹാൻ ഹജ്ജ് ചെയ്യാൻ മാലിക് എന്നവരുടെ കൂടെ ഉണ്ട്.
ഒരു സ്വലാത്തിൽ ഇരുന്നാലും എന്നിട്ട് ഞാൻ ബാക്കി ഇതിന്റെ ചരിത്രം പറയാം. ഒന്ന് സ്വലാത്ത് ചൊല്ലിയിരിക്കും. 3 സ്വലാത്ത്. സ്വല്ലൂ അലൻ നബി മുഹമ്മദിൻ വആലിഹി. നിക്ക് സ്വലാത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ അത് ഹബീബിന്റെ റൗദയിൽ എത്തും, ഉറപ്പാണ്. ഇവിടുന്ന് മൊബൈലിൽ വെറുതെ മെല്ലെ പറഞ്ഞാൽ അവിടെ എത്തണില്ലേ? സൗദിക്ക് കേൾക്കണില്ലേ? അങ്ങ് യൂറോപ്പിലേക്ക്, UK യിലേക്ക്, ലണ്ടനിലെ മക്കൾക്ക് വിളിക്കണില്ലേ? ഇവിടുന്ന് മെല്ലെ ഉറക്ക തെങ്ങമ്മക്കാര് പറയേണ്ട ആവശ്യമുണ്ടോ? മെല്ലെ പറഞ്ഞ പോരെ. ഹബീബിന്റെ റൗദയിലും കേൾക്കും മെല്ലെ പറഞ്ഞാൽ. പിന്നെ അത് ഡയറക്റ്റ് അവിടെ തന്നെ എത്തും. നമ്മൾ ആരുടെ നമ്പറാണോ ഡയൽ ചെയ്യുന്നത്, കോടിക്കണക്കിന് നമ്പറുകൾ നമ്മുടെ സാറ്റലൈറ്റ് വഴി, നമ്മുടെ റിസീവർ വഴി മൊബൈലുകളിലേക്ക് പോകുന്നുണ്ട്. ആരെങ്കിലും മിക്സ് ആകുന്നുണ്ടോ? മമ്മൂട്ടിക്ക് വിളിച്ചിട്ട് പിന്നെ കുഞ്ഞമ്മക്കാന്റെ ഫോണിക്ക് പോകുന്നുണ്ടോ? ഇല്ല, ആ നമ്പറിലേക്ക് തന്നെ പോവുക. എന്ന പോലെ നിങ്ങളുടെ സ്വലാത്ത്, നിങ്ങളുടെ ശബ്ദവും അതിന്റെ ലേബൽ അടക്കം ഹബീബിന്റെ റൗദയിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുകയും അത് തിരിച്ചറിഞ്ഞ് നബി തങ്ങൾ മറുപടിയും പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ വെറുതെ അങ്ങോട്ട് പറയല്ല, ഇത് അവിടേക്ക് എത്തുന്നൊരു മെസ്സേജാ. ആ ബോധത്തിൽ സ്വലാത്ത് ചൊല്ലുക. 3 സ്വലാത്ത് ശരിക്കും മനസ്സിലിങ്ങനെ മദീനയെ മനസ്സുകൊണ്ടൊന്ന് കാണുക. പച്ചക്കുബ്ബയെ നമ്മളൊന്ന് കൽബിൽ കൊണ്ടുവരിക. ഉംറക്ക് ഇതുവരെ പോയിട്ടില്ലാത്തവരൊന്ന് കൈപൊക്കിയാട്ടെ. മദീനയിലൊന്നും എത്താൻ പറ്റിയിട്ടില്ല. യാ റബ്ബ്, അല്ലാഹുവേ, ഈ സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട് ഇവരെല്ലാവർക്കും വളരെ പെട്ടെന്ന് നിന്റെ പരിശുദ്ധമായ 2 ഹറമുകളിലും എത്താൻ അള്ളാഹു നീ തൗഫീക്ക് നൽകണേ പടച്ചോനെ. അവിടെ പോയവർക്ക് വീണ്ടും അവിടെ എത്താൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. അത് നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. അവിടെ ചെന്നിട്ട് ഇടക്കിടക്ക് ഈമാൻ ഇങ്ങനെ പുതുക്കി കൊണ്ടുവരണം. വണ്ടിന്റെ സർവീസ് ചെയ്ത് കൊണ്ടുവരൂലേ? ഇടക്കിടക്ക് സർവീസ് ചെയ്താലേ ഇതിന്റെ റണ്ണിങ് ശരിയാവും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഇതിലേക്ക് പോയി കളയും. ഒന്ന് പെട്ടെന്നൊരു ഉംറയും ഒരു സിയാറത്തും ഹബീബിനെ ചെയ്തുകൊണ്ട് ഇടക്കിടക്ക് ഈമാനിനെ പുതുക്കണം. അതിന് പറ്റുന്നവര് താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജും ഉംറയും ഇടക്കിടക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് നമ്മളൊന്ന് കണ്ണ് ചിമ്മിയിട്ട് ചൊല്ലുകയാണേ. 3. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പൈസ എടുത്താൽ മതി. ബക്കറ്റ് കൊടുക്കാനുള്ളത് അപ്പൊ അതിനെ പറ്റി ഉദ്ദേശിക്ക്. 3 സ്വലാത്ത് നമ്മൾ മനസ്സുകൊണ്ട് മുമ്പൊരിക്കലും നമ്മൾ ചൊല്ലിയിട്ടില്ലാത്ത വിധം ഖൽബ് കൊണ്ട് നമ്മൾ ചൊല്ലാൻ പോവാണ്. ഖൽബിൽ ഓർത്തുകൊണ്ട്, നാവുകൊണ്ട് നമ്മൾ ചൊല്ലാൻ പോകുന്നു എന്ന് ഹബീബ് പറയുന്നു. തിരിച്ച് നബി നിങ്ങൾ മറുപടിയും പറയുന്നു. 3 സ്വലാത്ത് ഇപ്പൊ ചൊല്ലുന്നത് നിങ്ങൾ പറ്റുന്ന അത്ര ചൊല്ലിക്കോട്ടെ. ഓക്കെ. صلوا على النبي محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അല്ലാഹു ഇത് സ്വീകരിക്കട്ടെ. ഓരോന്നിനും 10-30 സ്വലാത്ത് തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് ഹബീബിന്റെ പ്രാർത്ഥന കിട്ടിയിരിക്കുമ്പോൾ വലിയൊരു ഭാഗ്യല്ലേ? നമ്മൾ ചോദിക്കാൻ പോകുന്നതും വിട്ടുപോകുന്നതുമായ എല്ലാ ഖൈറും അല്ലാഹു നമുക്ക് തരട്ടെ. നമ്മൾ റബ്ബിനോട് കാവൽ ചോദിക്കുന്ന ഷർറും കാവൽ ചോദിക്കാൻ വിട്ടുപോകുന്ന ഷർറിൽ നിന്നൊക്കെ അല്ലാഹു നമ്മൾ എല്ലാവരെയും റബ്ബ് തആല കാത്തു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോഴേ വിഷയത്തിലേക്ക് വരാം. വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. തങ്ങളുടെ ആല് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കുടുംബം എന്നാണ് ആ വാക്കിനർത്ഥം. അറബിയിലെ ആൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ അഹ്ലു ബൈത്ത്, തങ്ങളുടെ സയ്യിദന്മാർ. നമ്മൾ തങ്ങന്മാരെന്ന് പറയില്ല. സയ്യിദന്മാരുടെ പേരിലും അല്ലാഹുവേ നീ സ്വലാത്തും സലാമും ചെയ്യണേന്ന്. അതുകൊണ്ട് ഹദീത്തിന്റെ കിതാബിലൊക്കെ സുഹൈഹുൽ ബുഖാരിയിലെ അലി റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് അലിയിൻ അലൈഹിസ്സലാം എന്ന് സുഹൈഹുൽ ബുഖാരിയിൽ കാണും. അലി തങ്ങൾ നബിയായിട്ടല്ല, അഹ്ലു ബൈത്തിന് അലൈഹിസ്സലാം എന്ന് പറയുന്ന പോലെ അഹ്ലു ബൈത്തിനും അലൈഹിസ്സലാം. ഫാത്തിമ അലൈഹസ്സലാം റളിയല്ലാഹു അൻഹ നമ്മൾ പറയാറുള്ളത്, പക്ഷെ അലൈഹസ്സലാം എന്നും പറയാൻ പറ്റും.
നമ്മ കേട്ട് പരിചയമില്ല, എന്താ ഇപ്പൊ ഇത് പുതിയ സംഭവം എന്ന് തോന്നിപ്പോണ്ട. അങ്ങനെ ഉണ്ട്. ഹസൻ ഹുസൈൻ അലൈഹിമുസ്സലാം അങ്ങനെ പറയും. പേരക്കുട്ടികളാ, സയ്യിദന്മാർ. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു മദീന കണ്ട, ലോകം കണ്ട ഇമാമു ദാരിൽ ഹിജ്റ, മദീന കണ്ട ലോക പ്രശസ്തനായ പണ്ഡിതൻ. 100ഓളം സ്വഹാബിമാരെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന പ്രബലമായ അഭിപ്രായം. അങ്ങനത്തെ മഹാനവറുകൾ അയ്യൂബ് സഖ്തിയാനിയെ ഒന്ന് നോക്കുകയാണ്, വീക്ഷിക്കുകയാണ്. ഫലമ്മാ ഹജ്ജ ഹജ്ജതൈൻ, 2 ഹജ്ജ് ചെയ്യാൻ അയ്യൂബ് സഖ്തിയാനി വന്നപ്പോൾ മഹാനായ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഞാൻ ഈ കറാമത്തുള്ള മഹാനെ അവരുടെ ഹദീസ് സ്വീകരിക്കണോ? ആ ഹദീസ് ഞാൻ എന്റെ കിതാബിൽ മുവത്തയിൽ രേഖപ്പെടുത്തണമോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ ഞാൻ ഓർക്കുകയാണ്, അയ്യൂബ് സഖ്തിയാനിയുടെ ഖൽബിൽ മഹബ്ബത്തുണ്ടോ തങ്ങളോട്? അതറിഞ്ഞിട്ട് മതി ഹദീസ് രേഖപ്പെടുത്താൻ. അങ്ങനെ പരിശുദ്ധമായ മക്കത്തെ പള്ളിയിൽ അയ്യൂബ് സഖ്തിയാനിയെ വീക്ഷിക്കുന്ന മാലിക് എന്നവര് പറയുന്നു, ഞാൻ അയ്യൂബ് സഖ്തിയാനിയെ ദൂരെ നിന്ന് ഇങ്ങനെ വീക്ഷിക്കുകയായിരുന്നു. കുല്ലമാ ദുഖിറ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറയപ്പെടുമ്പോൾ അജ്ഹശ ബിൽ ബുകാ, പൊട്ടി പൊട്ടി കരയുമായിരുന്നു അയ്യൂബ് സഖ്തിയാനി തങ്ങള്. കരഞ്ഞ് കരഞ്ഞ് തളർന്നു വീഴും. ഞങ്ങളൊക്കെ ഓടിച്ചെന്ന് അവരെ പൊക്കിയെടുത്ത് ആശ്വസിപ്പിക്കേണ്ടി വരും. അങ്ങനെ തളർന്ന് കരഞ്ഞു പോകും. മക്കളൊക്കെ മരിച്ചാണ്ടല്ലോ ഉമ്മയും വാപ്പയും കരയുന്ന കരച്ചില്, പ്രത്യേകിച്ച് ഉമ്മമാർ. അതുപോലത്തെ കരച്ചിൽ അയ്യൂബ് സഖ്തിയാനി ഹബീബിന്റെ പേര് പറയുമ്പോൾ കരയുന്നത് ഞാൻ കണ്ടപ്പോഴാണ് അയ്യൂബ് സഖ്തിയാനിയുടെ ഹദീസ് ഞാൻ രേഖപ്പെടുത്താൻ തുടങ്ങിയത്. ഹദീസ് അറിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഹദീസ് പോയി ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നില്ല. ഹബീബായ തങ്ങളോട് ഇത്രമേൽ സ്നേഹമുള്ള ആളാണെങ്കിൽ അവരുടെ ഹദീസ് എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഇതേ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഇദാ ദുഖിറ റസൂലുള്ളാഹ്, മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിയ ഇമാമാൻ. മദീന പള്ളിയിലെ മുദരിസായിരുന്നു മാലിക് എന്നവരെ. ഹബീബായ നബി തങ്ങളെ കുറിച്ച് തങ്ങളുടെ ഹദീസ് പറഞ്ഞു കൊടുക്കുന്ന ഒരു സദസ്സിൽ ഒരു തേള്, അതും മരുഭൂമിയിലെ തേള്, സ്കോർപ്പിയൻ തേള് വന്ന് മഹാനവറുകളുടെ കാലിന് കുത്തുകയുണ്ടായി. ഒന്ന് പെടച്ചു, ആദ്യത്തെ കുത്ത്, കാലനക്കിയില്ല, ഹദീസ് നിർത്തിയില്ല. രണ്ടാമതും കുത്തുകയും മൂന്നാമതും കുത്തി. 4, 5, 6 തവണ കുത്തുകൊണ്ട് ഹദീസിന്റെ ക്ലാസ് അവസാനിപ്പിക്കുമ്പോഴേക്കും മഹാന്റെ ശരീരത്തിൽ നീല നിറം കാണപ്പെട്ടിരുന്നു. നോക്കുമ്പോൾ തേള് കുത്തിയതാണ്. അവര് ചോദിച്ചു, ഇമാം അവറുകളെ, അങ്ങനെ ഒരു തേള് കുത്തുമ്പോഴേക്കും നിങ്ങൾക്ക് എണീറ്റുകൂടായിരുന്നോ? ഞങ്ങളോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? എന്തിനാണ് നിങ്ങൾ വേദന സഹിച്ച് ഇത്രയും നേരം പിടിച്ചു നിന്നത് എന്ന് ചോദിച്ചപ്പോൾ, എന്റെ മുഅ്മിനേ, സഹോദര സഹോദരിമാരെ, യൂട്യൂബിലെ ഷോർട്ട് വീഡിയോസ് കാണുമ്പോ, ടിക്ടോക്ക് ഇവിടെ ഇല്ലല്ലേ, ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുമ്പോ പുണ്യ നിബിതങ്ങളുടെ ഒരു ഹദീസിനെ സംബന്ധിച്ചുള്ള വിവരണം വരുമ്പോ, ഒരു ഖുർആൻ ഓതുന്ന ആളിന്റെ ഒരു വീഡിയോ കാണുമ്പോ, വിശുദ്ധ ഖുർആനിന്റെയോ ഇസ്ലാമിന്റെയോ ദീനിന്റെയോ ഒരു ചെറിയ ശകലം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോ സ്വൈപ്പ് ചെയ്ത് നമുക്ക് വേണ്ടത് മാത്രം തെരഞ്ഞുപിടിച്ച് അവിടെ ലോക്ക് ചെയ്ത് കണ്ണ് വെച്ച് നോക്കി കാണുമ്പോൾ ഹബീബായ നിബിതങ്ങൾ നിങ്ങളോട് വല്ലതും വന്ന് പറയാൻ നിൽക്കുമ്പോ അത് മുഖം തിരിക്കുന്നതിന് തുല്യമല്ലയോ? എനിക്കത് കേൾക്കണ്ട എന്നല്ലേ നിങ്ങളാ പറയണത്, നമ്മളാ ചെയ്യുന്നത്? ശ്രദ്ധിക്കാറുണ്ടോ? അത് നമുക്ക് കേൾക്കേണ്ടത് കേൾക്കാം, എന്നാൽ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ സമയമുണ്ടോ? നിങ്ങൾ തിരക്കിലല്ല, അത്യാവശ്യപ്പെട്ട ഒരു കാര്യം തിരയുകയുമല്ലെങ്കിൽ ആ ഹദീസ് ഒന്ന് കേട്ടിട്ട് പോയാൽ പോരെ. മധുരമായ ഖുർആനിന്റെ പാരായണം എന്തൊരു മനോഹരമാണ്! നിങ്ങൾ എത്ര വലിയ കോമഡി കണ്ടാലും, എത്ര വലിയ തമാശകൾ കണ്ടാലും, പാട്ട് കേട്ടാലും
നിങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ ആയിരക്കണക്കിന് മടങ്ങ് സമാധാനം വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ സൂത്തിങ് സൗണ്ടിൽ ഖുർആൻ ഒന്ന് കേട്ടു നോക്കി അവിടെ ഇരുന്നു പോകും. മനസ്സിങ്ങനെ ശാന്തമായി കൊണ്ടിരിക്കും. അതൊക്കെ നമ്മൾ സ്വൈപ്പ് ചെയ്ത് ഇങ്ങനെ കോർണറിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അറിയണേ, അള്ളാഹുവിന്റെ വചനം മുമ്പിൽ വരുമ്പോൾ വേണ്ട പോടോ എന്ന് പറഞ്ഞ് അട്ടിയോടിക്കുന്നതിന് തുല്യമല്ലയോ അത്? ഇമാം മാലിക് എന്നവരുടെ ചരിത്രം പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, അത് ഹബീബായ നബി തങ്ങളുടെ ഹദീസ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ തേള് കുത്തിയതിന്റെ പേരിൽ ഞാൻ എന്റെ ഹദീസിന്റെ ക്ലാസ് നിർത്തിവെച്ചാൽ അത് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച അധ്യാപനം പകുതിക്ക് നിർത്തിവെച്ചു പോകലാകും. തങ്ങൾ പറഞ്ഞ മുഴുവൻ ആശയം മുഴുവനായി പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വിധം ഞാൻ എന്റെ കാലിൽ വന്ന വേദന കൊണ്ട് നിർത്തിവെച്ചാൽ അള്ളാഹുവിന്റെ റസൂലിനോട് ഞാൻ അദബുകേട് കാണിക്കുകയല്ലയോ? അതുകൊണ്ട് ഞാൻ നിർത്തിയില്ല, അത് തുടരട്ടെ. ഞാൻ ഹദീസ് നിർത്തുന്ന സമയമാകുന്നവരെ അതുകൊണ്ടാണ് പിടിച്ചു നിന്നത്. ഹബീബിന്റെ ഹദീസ് നിർത്താൻ എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞ ഇമാമാണ് മാലിക്കി മദ്ഹബിന്റെ നേതാവ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. മദ്ഹബ് എന്ത് എന്ന് ചോദിക്കുന്നവൻ കേൾക്കണം, ഇവരാണ് മദ്ഹബിന്റെ ഇമാമുമാർ. അവര് സ്വന്തം ഇഷ്ടം എഴുതി വെച്ചു എന്ന് ചിന്തിക്കാൻ തോന്നുന്നുണ്ടോ? ഹബീബിന്റെയും ഖുർആനിന്റെയും വചനങ്ങളിലെ ആശയങ്ങൾ നമുക്ക് മനസ്സിലാവാത്തത് ഗാഠമായി പഠിച്ചു മനസ്സിലാക്കി തന്ന മുജ്തഹിദീങ്ങളായ ഇമാമുമാരാണ്. ഇമാമുന ശാഫിഈ, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക് എന്നവർ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിം ജമീആ. ഞാൻ മാലിക്കല്ല, ഞാൻ മുസ്ലിമാ. സഹോദരനക്ക് അറിയാത്തത് കൊണ്ടാ പറയുന്നത്. മാലിക്കാണെങ്കിലും മുസ്ലിം തന്നെയാണ്, ഷാഫിഈയും മുസ്ലിം തന്നെയാണ്, ഹംബലിയും മുസ്ലിം തന്നെയാണ്. അത് വിഭാഗീയത ഉണ്ടാക്കുകയല്ലാതെ വിശുദ്ധ ഖുർആനിന്റെയോ ഹദീസിന്റെയോ ആശയങ്ങളിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാവാത്ത വിഷയങ്ങളെ, അത്രയേ ഉള്ളൂ, പ്രത്യക്ഷത്തിൽ മനസ്സിലാവാത്ത വിഷയങ്ങൾ അല്ലെങ്കിൽ കോൺട്രഡിക്ടറി വൈരുദ്ധ്യമെന്ന് തോന്നുന്ന ആശയങ്ങൾ ഉണ്ടെന്ന് തോന്നുന്ന ഹദീസുകളെ വ്യാഖ്യാനിച്ചു അവരവരുടെ ഗാഢമായ അറിവിന്റെ വെളിച്ചത്തിൽ. അതാണ് മദ്ഹബ് എന്ന് പറഞ്ഞത്, എന്നല്ലാതെ വേറെ പാർട്ടിയായതിന്റെ പേരിലല്ല. അവരൊക്കെ ചെയ്ത സേവനമില്ലായിരുന്നെങ്കിൽ നമുക്ക് ദീൻ ലഭിക്കുമായിരുന്നുവോ? അള്ളാഹുവിന്റെ കലാം നമ്മൾ സാധാരണക്കാർ എങ്ങനെ വ്യാഖ്യാനിക്കാൻ? ഹബീബിന്റെ ഹദീസുകൾ, ഏതെല്ലാം ഹദീസുകളുണ്ട്, എല്ലാം സത്യമാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹു നൽകുന്ന വഹയല്ലാതെ എന്റെ റസൂൽ സംസാരിക്കില്ല എന്ന് വന്നാൽ ഹബീബിന്റെ ഹദീസുകളിൽ വ്യത്യസ്തമായ ആശയങ്ങൾ, തങ്ങൾ ഇങ്ങനെ ഒതുകൊടുത്തു, ഇങ്ങനെ കൈകെട്ടി, ഇങ്ങനെയാണ് സുജൂദ് ചെയ്തത്, ഇതാണ് അവിടെ നിന്ന് ചൊല്ലിയത് എന്ന് ഒരു ഹദീസിൽ അതിന് നേരെ വിരുദ്ധമായതോ വ്യത്യസ്തമായതോ മറ്റൊരു ഹദീസിൽ വന്നാൽ ഈ രണ്ട് ഹദീസും വഹ്യ് തന്നെയാണ്. ആ വഹ്യുകളെ വ്യാഖ്യാനിക്കേണ്ട ഡ്യൂട്ടിയാണ് മദ്ഹബിന്റെ ഇമാമുമാർ ചെയ്തത്. അവര് വ്യാഖ്യാനിച്ചതാണ്. അതവര് വ്യാഖ്യാനിച്ചത് കൊണ്ട് നമുക്ക് കാര്യം മനസ്സിലായി. ഇതിനാണോ മദ്ഹബ് വേണ്ട എന്ന് പറയുന്നത്? മദ്ഹബ് വേണ്ട എന്ന് പറയുന്നവർ പോലും അറിഞ്ഞോ അറിയാതെയോ നാലാലൊരു മദ്ഹബിന്റെ ഇമാമിന്റെ അഭിപ്രായത്തിലായിരിക്കും ജീവിക്കുക. കഴിയില്ല അല്ലാതെ. പഠിക്കാതെ എങ്ങനെ പറയും മദ്ഹബ് എന്ത്? പോയി പഠിച്ചിട്ട് വന്നു പാപ്പ, പഠിച്ചിട്ട് വന്നിട്ട് പറയും. വെറുതെ ദീനിന്റെ വലിയ വലിയ മഹാന്മാരായ മഹാപർവ്വതങ്ങളോളം വരുന്ന ആലിമീങ്ങൾ, ഇത് ലോകം അംഗീകരിച്ച, നമ്മൾ നാലാൾ കൂടി പറയല്ലേ, ഇത് അജ്മഅത്തിൽ ഉമ്മ അലാ ഇമാമതിഹിം. ആ മദ്ഹബിന്റെ ഇമാമാണ്. ഹബീബിന്റെ ഒരു ഹദീസ് പകുതി വെച്ച് നിർത്തിവെച്ചു പോവാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഇത് ഹിബ്ബാൻ, ഇത് സ്നേഹമാണ്, ഇത് സ്നേഹമാണ്, ഇത് ഹിബ്ബാണ്. ഇന്നാ നുഷ്ഹിദുല്ലാഹ വമലായികതഹു വഹമലത അർശി അന്നനാ നുഹിബ്ബുല്ലാഹ വറസൂലഹു. യാ അല്ലാഹ്, അല്ലാഹുവേ, നിന്റെ ഹബീബിനെ, അവിടുത്തെ അഹ്ലു ബൈത്തിനെ, അവിടുത്തെ അസ്ഹാബിനെ, അസ്വാജിനെ, നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു റബ്ബേ. മാലിക് ഇമാം ഹബീബിന്റെ പേര് പറയുമ്പോഴേക്കും ഇദാ ദുകിറൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഗയ്യറു ലൗനുഹു.
ഖാല റസൂലുള്ളാഹി എന്ന് ഹദീസ് ഓതാൻ തുടങ്ങിയാൽ ചർമ്മത്തിന്റെ നിറം മാറുമായിരുന്നു. ആര്? ഈ മദ്ഹബിന്റെ ഇമാം, മാലിക്കി മദ്ഹബിന്റെ ഇമാം മാലിക് ഇബ്നു അനസിൽ മദനി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി. തൊലിയുടെ നിറം മാറും. വയൻഹനി, കുനിഞ്ഞങ്ങട് ഇരുന്നു പോകും. ഹത്താ യസ്ഉബ ദാലിക അലാ ജുലസാഇഹി. ഹദീസ് പഠിക്കാൻ വന്ന നൂറുകണക്കിന് ആളുകൾ ആ സദസ്സിലുണ്ടാകും. ഖാല റസൂലുള്ളാഹ് എന്ന് പറയുമ്പോഴേക്കും നിറം മാറി കുനിഞ്ഞു കിടക്കും. അപ്പൊ ആരോ ചോദിച്ചു, ഇമാം നിങ്ങൾ എന്താണ് ഇങ്ങനെ വിഷമിച്ചു പോകുന്നത് ഹബീബിന്റെ പേര് പറയുമ്പോൾ? അതുകൊണ്ട് പറയാം, റസൂലുള്ളാഹി തങ്ങളെ പറയുമ്പോൾ പ്രവാചകൻ എന്ന് മാത്രം പറഞ്ഞു പോവരുത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിന്റെ കൂടെ ചേർത്ത് പറയണം. അതിന് മടിക്കരുത്. അതിന് സമയം പോലും എന്ന് വിചാരിക്കും. ആ സമയം എന്തിനുള്ളതാ സമയം? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാന്ന് പ്രവാചകൻ അങ്ങനെ പറഞ്ഞു, പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു. അതൊരു വൃത്തികേടല്ലേ? അത് അതപകേടല്ലേ? അത് നമ്മുടെ എഴുത്തുകളിൽ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ തന്നെ പ്രവചിക്കുന്നവർക്കും പറയും പ്രവാചകൻ. നമ്മുടെ നബിയെ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ബഹുമാനത്തിന്റെ പ്ലൂരൽ ഉപയോഗിക്കണം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ മടി കാണിക്കരുത്. അത്രയെങ്കിലും ഹബീബിനോട് നമുക്കൊരു സ്നേഹം കാണിക്കേണ്ടയോ? എഴുതുന്നവർ ശ്രദ്ധിക്കുക, പ്രസംഗിക്കുന്നവർ ശ്രദ്ധിക്കുക. പ്രവാചകൻ പ്രവാചകൻ എന്ന് പറഞ്ഞു പോവല്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മാലിക് എന്നവരോട് ചോദിച്ചു, എന്തിനാണ് ഇമാം മാലിക് എന്നവരെ നിങ്ങൾ ഇങ്ങനെ നിറം മാറുന്നത്? എന്തിനാ നിങ്ങൾ കുനിഞ്ഞു പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ലൗ റഅയ്തും മാ റഅയ്തു ലമാ അൻകർതും അലയ്യ മാ തറൂൻ. എന്റെ കണ്ണുകളെ കൊണ്ട് ഞാൻ കണ്ട ചില ആളുകൾ നിങ്ങൾ അവരെ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ആരും എന്നെ ആക്ഷേപിക്കില്ലായിരുന്നു. കുൻതു അറാ മുഹമ്മദ് ബിനുൽ മുൻകദിർ, മുഹമ്മദ് ബിനുൽ മുൻകദിർ എന്ന താബിഈങ്ങളിലെ മഹാനായ മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഗുരുനാഥനാണ്. ഒരു ഹദീസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇല്ലാ വയബ്കീ ഹത്താ നർഹമ, ഒരു ഹദീസ് പറഞ്ഞു തുടങ്ങിയാൽ തേങ്ങി തേങ്ങി കരഞ്ഞ് ഞങ്ങൾ ആ മഹാനെ ആശ്വസിപ്പിച്ചിട്ട് വേണം ഒരു ഹദീസ് കേൾക്കാൻ. അങ്ങനെ പുണ്യനബിയുടെ ഹദീസ് പറയുമ്പോഴേക്കും കരയുന്ന മഹാന്മാരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, എന്റെ ശിഷ്യന്മാരെ എന്ന് ഇമാം മാലിക് എന്നവർ മുഹമ്മദ് ബിൻ മുൻകദിർ എന്നവരുടെ കഥ പറഞ്ഞു കൊടുക്കും. ഇത് സ്നേഹമാണ്. ഈ സ്നേഹം കൽബിൽ വരണം. ഹബീബിന്റെ പേര് വായിക്കുമ്പോ, ഹബീബിന്റെ പേര് കേൾക്കുമ്പോ സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് വഅജ്മലു മിൻക വഅജ്മലു മിൻക വഅജ്മലു മിൻക ലം തറഖത്തു ഐനി വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ كأنك قد خلقت كما تشاء. പുണ്യ നബിയോരെ, അങ്ങയെക്കാളും മനോഹരമായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല നബിയേ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തന്നെ മൗലിദിലും പാടുന്നത് തങ്ങളുടെ മഹത്വമാണ്. വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ, അങ്ങയേക്കാൾ സൗന്ദര്യമുള്ള ഒരാളെ ലോകത്തൊരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല നബിയേ. ഹബീബിനോട് നേരിട്ട് പറഞ്ഞതാ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ സ്വഹാബി. ഒരു വരി കൂടെ പാടി, ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ
كأنك قد خلقت كما تشاء. നബിയെ ഒരു ന്യൂനതയുമില്ലാതെ, ഒരു കുറവുമില്ലാതെ, ഒരു ന്യൂനതയുമില്ലാതെ, ഒരു കുറവുമില്ലാതെ അല്ലാഹു അങ്ങയെ സൃഷ്ടിച്ചു വെച്ചിരിക്കയാൽ തോന്നുന്നു നബിയെ അങ്ങ് ജനിക്കാൻ എങ്ങനെയാണോ ഇഷ്ടപ്പെട്ടത് അങ്ങനെ അല്ലാഹു അങ്ങയെ ജനിപ്പിച്ച പോലെ ഇരിക്കുന്നു നബിയേ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഹബീബിനെ കുറിച്ച് പാടുകയാണ്. അതുകൊണ്ടാണ് സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി അലൈഹി പുണ്യ നബി തങ്ങൾക്ക് 10 കൊല്ലം സേവനം ചെയ്ത നബിയുടെ ഖാദിമായ ഒരു സ്വഹാബിയുണ്ട്, ഒരു ചെറുപ്പക്കാരൻ. അവരുടെ പേരാണ് അനസ് ഇബ്നു മാലിക്. നേരത്തെ പറഞ്ഞത് മാലിക് ഇബ്നു അനസ്, അവര് താബിഇയാണ്. അനസ് ഇബ്നു മാലിക് എന്നവര് സ്വഹാബിയാണ്. രണ്ട് വ്യത്യസ്തരായ രണ്ട് ആളുകളാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കാന മിനൽ മുഅമ്മരീൻ, സ്വഹാബികളിൽ 100ഓളം വയസ്സ് ജീവിച്ച സ്വഹാബിമാരിൽപ്പെട്ട ആളാണ് ഇവര്. സൽമാൻ ഫാരിസി തങ്ങളെ പോലെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ പോലെ സ്വഹാബിമാരിൽ കുറെ ആയുസ്സുണ്ടായിരുന്ന മഹാനാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ മഹാനായ സാബിത്തുൽ ബുനാനി തങ്ങൾ കണ്ടപ്പോ എന്താ കാരണം എന്നറിയോ? മദീനയിൽ അന്ന് എല്ലാ പെണ്ണുങ്ങളും പുണ്യനബിക്ക് സമ്മാനങ്ങൾ കൊണ്ടുപോയി കൊടുത്തു. തങ്ങൾ മദീനത്ത് വന്നപ്പോ എല്ലാ ഉമ്മമാരും അവർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി പുണ്യനബി കൊണ്ടുപോയി കൊടുത്തു. അത് റബീഉൽ അവ്വലിലാണ്. ഹിജ്റ നടന്നത് റബീഉൽ അവ്വലിലാണ്. ഹിജ്റ വർഷം ആരംഭിക്കുന്നത് ഹിജ്റയുടെ അന്നത്തെ ആദ്യ ദിവസം മുതലാണ്. പക്ഷെ ഹിജ്റ നടന്നത് മുഹറത്തിലല്ല, ഹിജ്റ നടന്നത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12-ന് അതൊരു അത്ഭുതമാണ്. തങ്ങൾ മദീനത്തേക്ക് കാലെടുത്ത് വെച്ചത് റബീഉൽ അവ്വൽ 12-നാണ്. വല്ലാത്ത അത്ഭുതങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും വെറുതെ അങ്ങോട്ട് സംഭവിച്ചതല്ല. These are not some random facts. It's not. അല്ലാഹുവിന്റെ ചില വളരെ predestined orders. അല്ലാഹു തീരുമാനിച്ചു വെച്ച ചില റബ്ബിന്റെ കൽപ്പനകളാണ്. അനസ് തങ്ങൾ എന്നും നബിയെ കാണും സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് അങ്ങ് ചെറിയ കുട്ടിയാണ്. ഉമ്മ കൈപിടിച്ചു കൊണ്ടുവന്നു. 10 വയസ്സാണെന്ന് പ്രായം. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, ഉമ്മു സുലൈം ബീവി 10 വയസ്സായ മോൻ അനസ് എന്നവരുടെ കൈപിടിച്ചിട്ട് പുണ്യനബിയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, തിരുദൂതരേ, അല്ലാഹുവിന്റെ റസൂലേ, മദീനത്തെ പെണ്ണുങ്ങൾ ഓരോരുത്തരും അവരവരെ കൊണ്ട് കഴിയുന്ന ഒരു ഹദിയ, ഒരു സമ്മാനം അങ്ങേക്ക് നൽകിയല്ലോ നബിയെ. അങ്ങയുടെ ഈ വരവിൽ സന്തോഷിച്ചുകൊണ്ട് എനിക്കൊന്നും തരാൻ എന്റെ കയ്യിലില്ല നബിയെ. എന്റെ ഒരേ ഒരു സമ്പാദ്യം എന്റെ ഈ ആൺകുട്ടിയാണ് അനസ് ഇബ്നു മാലിക്. എന്റെ ഈ മോൻ എന്റെ എല്ലാമാണ് നബിയെ. വേറെ മോൻ എനിക്കില്ല. അനസ് എന്നവരുടെ വാപ്പയിൽ നിന്നുള്ള മോൻ. പിന്നെ അവരെ മറ്റൊരു സ്വഹാബി കല്യാണം കഴിച്ചു, അബൂ തൽഹ റളിയല്ലാഹു അൻഹു. അത് പിന്നീടാണ്. അനസ് എന്നവരുടെ വാപ്പ അബൂ തൽഹ തങ്ങളല്ല. അനസ് റളിയല്ലാഹു അൻഹു എന്ന മോനെ പുണ്യ നബിയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ, ഇതെന്റെ കരളിന്റെ കഷ്ണമാണ് നബിയേ, എന്റെ ജീവന്റെ ജീവനായ മോൻ. ഒരു മോൻ. ഒന്നും എന്റെ കയ്യിൽ അങ്ങേക്ക് തരാനില്ല നബിയേ. എന്റെ മോൻ അനസ് ഇബ്നു മാലിക്, അങ്ങേക്ക് ഞാൻ അങ്ങയുടെ ഖിദ്മത്തിന്, അങ്ങയുടെ വീട്ടിൽ അങ്ങയെ സഹായിക്കാൻ അങ്ങേക്ക് ഖാദിമായി ഞാനൊന്ന് തന്നോട്ടെയോ? എന്റെ മോനെ ഒന്ന് സ്വീകരിച്ചേക്കണേ. അങ്ങനെ പുണ്യനബി വീട്ടിലേക്ക് സ്വീകരിച്ചു വരുത്തിയ മോനാണ്. പുണ്യനബിക്ക് 10 കൊല്ലം തങ്ങൾ വഫാത്താകുന്നവരെ സേവനം ചെയ്ത സുഹാബി. 10 വർഷം ഹബീബിന് സേവനം ചെയ്ത് തങ്ങൾ വഫാത്താകുമ്പോൾ 20 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അനസ് എന്നവർ നബിയെ കണ്ട പോലെ വേറെ ഒരു സ്വഹാബി, ഒരു പുരുഷനായ സ്വഹാബി നബിയെ കണ്ടിട്ടുണ്ടാവില്ല. ശരിയല്ലേ? അവിടുത്തെ ഭാര്യമാർ കണ്ടിട്ടുണ്ടാവും.
ശ്രദ്ധിക്കുന്നവര് എപ്പോഴില്ലല്ലോ. അനസ് എന്നവര് വീട്ടിൽ എപ്പോഴുമുണ്ട്. തങ്ങളുടെ വീട്ടിലാണ് കിടത്തം. കൊച്ചുമോനായി വന്നതാണ്. ആ മോൻ ഹബീബിന്റെ കൂടെ യാത്രകളിലുണ്ട്, വീടിലുണ്ട്. പുണ്യ നബി തങ്ങളുടെ കൂടെ മസ്ജിദിലുണ്ട്. അത്രത്തോളം നബി തങ്ങളെ കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ മദീന കാലഘട്ടത്തിൽ അവസരമുണ്ടായ മറ്റൊരാൾ വേറെ ഉണ്ടാവില്ല. ശ്രദ്ധിക്കുന്നവര് മക്ക മുതലുണ്ട്. അതല്ല, മദീന കാലഘട്ടം ഹബീബിന്റെ വിജയത്തിന്റെ നാന്തി കുറിച്ച ഹിജ്റ മുതൽ തങ്ങൾ വഫാത്താകുന്നവരെ ഹബീബിന്റെ വീട്ടിലെ ഖാദിമായി ജോലി ചെയ്ത മോനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് താബിഈയായ സ്വഹാബികൾക്ക് ശേഷം വന്ന തലമുറ, അവരെയാണ് നമ്മൾ താബിഈങ്ങൾ എന്ന് പറയുന്നത്. താബിഈയായ സാബിത്തുൽ ബുനാനി, ഉസ്താദുമാർക്ക് കേട്ടുപരിചയമുള്ള പേരാണിത്. ഔലിയാക്കന്മാർ അറിയപ്പെടുന്ന മഹാൻ, റബ്ബാനിയായ ആലിം, മുഹദ്ദിസായ മഹാൻ സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ അനസ് ഇബ്നു മാലിക് എന്നവരെ കാണുമ്പോൾ അനസ് എന്നവരെ നോക്കി പറയുകയാണ്, അഅ്തുനി ഐനൈക അഅ്തുനി ഐനൈക അല്ലതി റഅയ്ത ബിഹിമാ റസൂലല്ലാഹ് ഹത്താ ഉഖബ്ബില. അനസ് ഇബ്നു മാലിക്, അങ്ങയുടെ ആ രണ്ട് കണ്ണുകൾ എനിക്കൊന്ന് തരണേ. എത്രയാണ് ആ കണ്ണുകളെ കൊണ്ട് ഹബീബിനെ അങ്ങ് കണ്ടത്, ആ കണ്ണുകളൊന്ന് തരണേ, ഞാൻ ആ കണ്ണുകളിൽ ഒന്ന് ഉമ്മ വെക്കട്ടെ എന്ന് പറഞ്ഞ അബിയാണ് സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. സ്വഹാബിയായ അനസ് എന്നവരെ കാണുമ്പോൾ ആ കണ്ണുകളെ ഓർക്കുകയാണ്. ഹബീബിനെ കണ്ട കണ്ണുകളല്ലയോ ഇത്, ഹബീബിനെ കണ്ട കണ്ണുകളല്ലയോ ഇത്. മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹുവിനോട് സഹാബിമാരിൽപ്പെട്ട മിഖ്ദാദ് എന്നവരോട് താബിഈങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മിഖ്ദാദേ തൂബാ ലിഐനൈക അല്ലതി റഅതാ ബിഹാ റസൂലല്ലാഹ് അല്ലതി റഅതാ റസൂലല്ലാഹ്. മിഖ്ദാദേ, നിങ്ങളുടെ ആ രണ്ട് കണ്ണുകളുടെ ഒരു ഭാഗ്യമേ, ആ രണ്ട് കണ്ണുകളുടെ സൗഭാഗ്യമേ. എത്ര തവണ ഹബീബിനെ കാണാൻ ഭാഗ്യമുണ്ടായ കണ്ണുകളാണ് മിഖ്ദാദേ നിങ്ങളുടെ കണ്ണുകളെന്ന് സ്വഹാബിമാരുടെ കണ്ണുകൾ കണ്ടുകൊണ്ട് താബിഈങ്ങൾ അസൂയ പൂണ്ട് പറയുമായിരുന്നു. ഇത് ഹുബ്ബാണ്, ഇത് സ്നേഹമാണ്, ഇത് ഹബീബിനോടുള്ള മഹബ്ബത്താണ്. ആർക്കാണോ മഹബ്ബത്ത് കൂടുതലുള്ളത് അവര് നാളെ ഹബീബിന്റെ ശഫാഅത്ത് കിട്ടുന്നവരാണ്. അല്ലാഹു നമ്മളോട് സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പുണ്യനബിയെ, അല്ലാഹു സ്നേഹിക്കുന്നുണ്ട് എന്നെ, അല്ലാഹു സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കണമേ.